ആട് 3 മൂവി ടോക്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ സിനിമാ സംസാരമായി വന്നിരിക്കുകയാണ് ഞങ്ങൾ. ആട് 3യുടെ ചൂടോടുകൂടി നിങ്ങളോട് റിവ്യൂ പറയാന്ന് വിചാരിച്ചു. നേരെ തിയേറ്ററിൽ നിന്ന് വന്നിട്ട് ക്യാമറയുടെ മുമ്പിൽ ഇരിക്കും. പ്രതീക്ഷ തെറ്റിച്ചില്ല. എന്താ പറയുക, പടം ഇറങ്ങുന്നതിന് മുമ്പ് ഇത്രയും ഹൈപ്പ് ഉണ്ടായിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് പാളിപ്പോവോ കാരണം ഓവർ എക്സ്പെക്ടേഷൻ കൊണ്ടാണ് തിയേറ്ററിൽ പോകുന്നത്. പക്ഷേ എക്സ്പെക്ടേഷൻ എല്ലാം മീറ്റ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ആട് എന്ന ഫ്രാഞ്ചൈസിൽ അതേ ഒരു ടോണും അല്ലെങ്കിൽ ആ ജോണർ കറക്റ്റ് പക്ഷേ അതിന്റെ സ്കെയില് അതെ നമ്മൾ മനസ്സിലാക്കിയ പോലെ തന്നെ അതിന്റെ ഒരു സ്കെയില് ഭയങ്കരമായിട്ട് വലുതായിട്ടുണ്ട്. ആട് 1ഉം 2ഉം എന്ന് പറയുന്നത് എന്താ പറയാ, കുറച്ച് ആൾക്കാരിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഒരു കുഞ്ഞു സിനിമയാണെങ്കിൽ ഇതിന്റെ സ്കെയില് എന്ന് പറയുന്നത് ആട് ഇതാണെന്നുണ്ടെങ്കിൽ ആട് 3 ഇങ്ങനെയാണ്. കാരണം അതിന്റെ സ്റ്റോറി അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താണെന്നറിയോ, ഒരു 3 മണിക്കൂറിനടുത്ത് സിനിമ ഡ്യൂറേഷൻ ഉണ്ട്. ഈ നമുക്ക് ലാഗ് അടിക്കോ ബോറടിക്കോ എന്ന് വെച്ചാല് അങ്ങനെ ഫുള്ള് ലാഗ് ബോർ അങ്ങനെയൊന്നുമില്ല. പക്ഷെ ചില സമയത്ത് നമുക്ക് ഒരു രണ്ട് ടൈം ലൈൻ ഒരുമിച്ച് പോകുന്നത് കൊണ്ട് ഇതില് എന്താ പറയാ, നമുക്കിങ്ങനെ വളരെ ശ്രദ്ധയോടുകൂടി ഇരുന്ന് കാണണം ഈ സിനിമ. ഇതിനിടയിൽ നമ്മൾ ചില സമയത്ത് ചിരിക്കാൻ മറന്നു പോകണ്ടോന്ന് ഒരു സംശയം. അത് എനിക്കുണ്ടായിരുന്നു. കാരണം അതെന്ന് വെച്ചാൽ ഇത് രണ്ടും ഇങ്ങനെ മാറി മാറി വരുമ്പോ ഒരു ഭാഗത്ത് കോമഡി നടക്കുമ്പോ പിറ്റത്തെ ഇത് വരുന്ന സമയത്ത് ഇന്റൻസ് മ്യൂസിക്കും കാര്യമൊക്കെ വരുമ്പോ എന്തോ സംഭവിക്കാൻ പോകുന്നുള്ള ഇതില് കോമഡി ഒക്കെ മിസ്സായി പോയോ എനിക്ക് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. പക്ഷെ ചില ഭാഗങ്ങളിൽ കോമഡി മാത്രമല്ല, മൊത്തത്തില് പല ഭാഗങ്ങളും വീക്കായി പോയിട്ടുണ്ടോ എന്നൊരു തോന്നൽ എനിക്ക് വന്നു. ഈവൻ കോമഡികൾ പലതും എനിക്ക് ഈ പറഞ്ഞ മാതിരി നമ്മുടെ കോമഡി പരിപാടികളൊക്കെ ഉള്ള സ്കിറ്റിലൊക്കെ ഉള്ള പോലത്തെ എനിക്കത് തോന്നിയെന്നറിയോ, കഴിഞ്ഞ രണ്ടിലും ആ സെയിം പാറ്റേൺ ഓഫ് ഇതാണ് അവിടെ ഫോളോ ചെയ്ത്, അത് തന്നെയായിരിക്കും ഇവിടെയും ഫോളോ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് എന്തോ ചില കോമഡികളൊന്നും അത്ര അങ്ങോട്ട് വർക്കായില്ല. ബാക്കിയുള്ളവരൊക്കെ ചിരിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങളൊക്കെ ചിരിക്കണം വേണ്ടി നമുക്ക് മുഖത്തോട് നോക്കേണ്ട അവസ്ഥകൾ പല സിറ്റുവേഷനിൽ ഇതിങ്ങനെ എന്താണ് ചിരിക്കാനുണ്ടോ, ഒരു സ്മൈല് വരും, അല്ലാണ്ട് ഇങ്ങനെ അങ്ങനെ ചിരിക്കാൻ മാത്രമല്ല ചിരി ഉണ്ടായില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ആട് 1ഉം 2ഉം ഇറങ്ങിയിട്ട് കുറെ കാലങ്ങളായി. അതേ സെയിം സാധനം തന്നെയാണ് നമ്മളിപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് കോമഡി തന്നെയാണ് ഈ ഒരു കാലഘട്ടത്തിലേക്കും കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ അത് വലിയൊരു റിസ്ക് ആണ് ഇതിന് മാനുവലിൽ എടുത്തിട്ടുള്ളത്. പക്ഷെ അത് അതിന്റെ റൈറ്റിംഗിലൂടെ അത് കൃത്യമായിട്ട് സാധിച്ചെടുത്തിട്ടുണ്ട്. അതെ അതെ അതെ. ഈവൻ ഈ മൊത്തം ഫിലിമിന്റെ മേക്കിംഗ് എന്ന് പറയുമ്പോൾ അത് വളരെ റിസ്കി ആയിട്ടുള്ള മേക്കിംഗ്. അത് കൂടാനും കുറയാനും പാടില്ല. കൂടിയാലും പാളിപ്പോവും, കുറഞ്ഞാലും പാളിപ്പോവും. അങ്ങനെ വളരെ കൃത്യമായിട്ട് എടുത്തു വെച്ചിട്ടുള്ള സിനിമയാണ്. അത് പ്രേക്ഷകരിൽ കറക്റ്റ് ആയിട്ട് എത്തിയിട്ടുണ്ട്. പറഞ്ഞ പോലെ തന്നെ ചില ചെറിയ പോരായ്മകൾ പല സ്ഥലങ്ങളിലും, ഈവൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇത്തിരി വീക്കായിട്ട് ഫീൽ ചെയ്തു. ഈവൻ വളരെ അമച്വർ ആയിട്ടുള്ള മിസ്റ്റേക്ക് ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലൈക്ക് ഓരോരാള് വരുമ്പോൾ എൻട്രി അതൊക്കെ അത് നമ്മൾ എക്സ്പെക്റ്റഡ് ആണ്. പക്ഷെ എനിക്ക് ചില ഭാഗങ്ങളിൽ അത് ഭയങ്കര വീക്കായിട്ട് എനിക്ക് തോന്നി. ഈവൻ ക്യാമറ ആണെന്നുണ്ടെങ്കിലും കുറച്ച് ചില ഭാഗങ്ങളിൽ വീക്കായിട്ട്. പക്ഷെ ഞാൻ ആ ഒരു ആസ്പെക്ടില് എനിക്ക് അങ്ങനെയൊന്നും തിങ്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. ക്യാമറ നോർമലി അതൊക്കെ നോക്കും. പക്ഷെ ഇത് ഞാൻ ഈ മൂവിയിൽ ഇങ്ങനെ എന്തോ സംഭവിക്കാനൊക്കെ ഉണ്ട് എന്ന് കഴിഞ്ഞ മൂവിയിൽ ഇങ്ങനെ എന്തൊക്കെയാ ഇങ്ങനെ ശ്രദ്ധിച്ചോണ്ട് എനിക്ക് ആ ഒരു ആംഗിളിലേക്ക് ഞാൻ പോയതേ ഇല്ല. എനിവേ ഓവറോൾ മൂവി ഇറ്റ്സ് വെരി ഗുഡ്. എല്ലാരും നന്നായിട്ട് എല്ലാ എന്താ പറയാ, കൊച്ചു കുട്ടികൾ മുതൽ വലിയ ആൾക്കാർക്ക് വരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. പിന്നെ എല്ലാരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയാനുണ്ട്. പാപ്പനെ കാണുമ്പോ ഒരു സുഖം. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയില്ല കേട്ടോ. കാരണം ചിലവരുടെ അഭിനയം പോലും പലയിടത്തും എനിക്ക് വീക്കായിട്ട് തോന്നിപ്പോയി. ചില ഇതൊക്കെ ഓക്കെ ഷോട്ട് ആണോ ഇതുപോലും എനിക്ക് ചില സ്ഥലത്ത് ഡയലോഗ് ഡെലിവറിയുടെ കാര്യത്തിലാണെങ്കിലും, ഇപ്പൊ ഇന്ദ്രൻസിന്റെ പെർഫോമൻസ് ആണെങ്കിലും വിനായകന്റെ പെർഫോമൻസ് ആണെങ്കിലും അല്ല. പക്ഷെ അതെല്ലാം ഉണ്ടല്ലോ, നമ്മൾ അവരെ ഇപ്പം ഇന്ദ്രൻസ്, വിനായകൻ ഈ പറയുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ എക്സ്ട്രാ ഓർഡിനറി ലൈക്ക് അങ്ങനെയുള്ള ഭയങ്കര പെർഫോമൻസ് കണ്ടു. അതുകൊണ്ടാണ് നമുക്ക് അവരിപ്പം ആ റോളിലേക്ക് വരുമ്പോൾ അവർക്കുണ്ടായ ഒരു മാറ്റം. അപ്പൊ അവരുടെ ഒക്കെ ഒരു പിക്ചർ നമ്മുടെ മനസ്സിലുണ്ട്. അവര് വന്നിട്ട് ഇങ്ങനെ ഒരു കോമഡി ക്യാരക്ടർ ചെയ്യുമ്പോൾ ചില സമയത്ത് നമുക്ക് ദഹിക്കാണ്ട് പോകും. നിങ്ങൾ അങ്ങനെ ഒരു ഇതിൽ കാണുന്നതുകൊണ്ടാണ്. നേരെ മറിച്ച് അത് ഇത് വിനായകനാണ് അല്ലെങ്കിൽ ഇത് ഇന്ദ്രൻസ് ആണ് എന്ന് പറയാണ്ട് കാണുമ്പോൾ അത് വർക്കാവും. അതാണ് ഇതിനെ ഒരു മൂവി മേക്കിംഗ് ക്രാഫ്റ്റ് അങ്ങനെ ഒന്നും നോക്കി കാണാതെ
ജസ്റ്റ് ഒരു എന്താ പറയാ എന്റർടൈൻമെന്റ് സിനിമ ആടായിട്ട് തന്നെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് രസിക്കും. പിന്നെ പക്ഷേ എന്നാലും ടൈം ലൈനിലെ മറ്റേ പോർഷനിൽ നന്നായിട്ട് അവര് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടൈം ലൈൻ, അതായത് 2 ടൈം ലൈൻ കൊണ്ടുവന്നത് തന്നെ അതൊരു ബ്രില്യന്റ് ഐഡിയ ആയിട്ടുണ്ട്. ഇല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കത് സെയിം പാറ്റേൺ വരുമ്പോൾ ബോർ അടിക്കും. സംതിങ് ഇത് അത്യാവശ്യം ലെങ്ത് ഉണ്ട്. ഇപ്പൊ ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് ഒരു അതാണ് ആക്ച്വലി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുവാന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ആ ഒരു ലൈക്ക് ആ ഒരു ക്ലൈമാക്സിൽ വന്ന ഒരു ഇതില്ലേ, ട്വിസ്റ്റ് ഇല്ലേ, അതിലൊരുപാട് സ്കോപ്പ് ഉണ്ടാവും നെക്സ്റ്റ് സിനിമയിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്തു. കാരണം കോമഡിക്കായാലും അത് വലിയൊരു സ്കോപ്പ് തുറന്നു വെച്ചിട്ടാണ് പടം അവസാനിച്ചുള്ളത്. പെട്ടെന്ന് അവസാനിച്ച മീൻസ് ക്ലൈമാക്സ് അവിടെ വെച്ച് അവസാനിപ്പിച്ചപ്പോ പെട്ടെന്ന് എന്തോ ഒരു പൂർണ്ണത വരാത്ത പോലെ തോന്നി. ഒരു ഇതിന്റെ സെക്കൻഡ് പാർട്ടിന്റെ ഹിന്റ് ഇട്ടുകൊണ്ട് അവസാനിപ്പിച്ചപ്പോ ഒരു പൂർണ്ണത വരാത്ത, അതായത് നമുക്ക് ഒരു നല്ല സദ്യ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ഫുള്ളായിട്ട് കഴിച്ച് തീരാതെ നമുക്ക് വയറിന് തൃപ്തി വരാതെ നമ്മൾ ഇറങ്ങി എഴുന്നേക്കേണ്ട ഒരു അവസ്ഥ വരില്ലേ, അതുപോലെ ഒരു ഫീൽ ആയിരുന്നു ആ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ആ ഒരു ക്ലൈമാക്സോട് അവിടെ വെച്ച് സിനിമ അവസാനിപ്പിച്ചപ്പോ. പക്ഷെ അതിന്റെ അടുത്ത പാർട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതായിട്ട് അവർ എന്താ പറയാ, ഓവറോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ഇതൊരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ആവോ അങ്ങനെയൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ളവർക്ക് എബോ ആവറേജ് അഭിപ്രായമാണ്. ചിലവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ചിലവർക്ക് കോമഡി വർക്കൗട്ട് ആവാതെ പോയവരുണ്ട്. അപ്പൊ ഒരു മിക്സഡ് റിവ്യൂ വരാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ്. അതിന് എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണാം. പിന്നെ എപ്പോഴും ഞങ്ങൾ പറയുന്ന പോലെ തന്നെ ഇത് ഞങ്ങളുടെ അഭിപ്രായമാണ്. പിന്നെ ഇത് തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണ്ട. കാരണം വെച്ച് കഴിഞ്ഞാൽ ആട് 1ഉം 2ഉം മാതിരിയല്ല, അതിന്റെ ഒരു സ്കെയില്, ആ ഒരു സ്കെയില് നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പൊ എല്ലാവരും മൂവി തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണുക. ഓക്കെ, അപ്പോൾ മൂവി ടോക്സിന്റെ മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും വരുന്നവരെ ബൈ.